നമസ്കാരം, ഇഫക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ കണ്ടല്ലോ ഈ മുഖം, പരിചയമല്ലേ? പരിചയം ഉണ്ടാകണം. നിഷി ഗോവിന്ദ്. എത്രാമത്തെ സിനിമയാണ്? നായികയായിട്ട് അഭിനയിക്കുന്ന ഫസ്റ്റ് സിനിമ. അപ്പോൾ അതിനു മുമ്പ് ആക്ച്വലി ഞാൻ സിനിമയിലേക്ക് വരുന്നത് പ്രൊഡക്ഷനിലേക്കാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. ആ സമയത്ത് ഒരു നായിക വരാമെന്ന് പറഞ്ഞു, നായികയല്ല ഒരു ആക്ട്രസ് വരാമെന്ന് പറഞ്ഞു. അപ്പം അൺഫോർച്ചുനേറ്റ്ലി അവരെത്താതിരിക്കുകയും അതിൽ ആ ഒരു കോളി ചെയ്യേണ്ട അവസരം വന്നിട്ടുണ്ട്. അല്ലാതെ ഞാൻ അവസരം വന്ന് ചെയ്തതാണ്, അല്ലാതെ അഭിനയിക്കണം എന്നുള്ള അങ്ങനെ ആയിട്ട് വന്ന് ചെയ്തതല്ല. ഡാൻസർ മോഹം അഭിനയത്തിൽ കൊണ്ടെത്തിച്ച ധീര വനിതയാണ്. കൈ പൊള്ളിയിട്ടുമുണ്ട്, പക്ഷേ ഇപ്പോൾ ആൾ സ്ട്രോങ് ആണ്. എന്താണ് സർവം സഹ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഈ സിനിമയുടെ രുദ്ര ഇല്ലയോ, അതിൻ്റെ ഒറിജിനൽ രൂപമായിട്ടിവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ രുദ്ര എന്ന സിനിമയിലേക്കും അതിലെ കഥാപാത്രത്തിലേക്കും ഓടിച്ചു വരാം. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു രുദ്ര? ഷൂട്ടിംഗ് അടിപൊളിയായിരുന്നു. പറഞ്ഞത് കറക്റ്റാണ്. രുദ്ര എന്ന സിനിമയും ഏകദേശം എൻ്റെ ലൈഫിൻ്റെ ആ ഒരു പോക്കും ഇപ്പോഴത്തെ ആ ലൈഫ് സ്റ്റൈലും എല്ലാം ആ സിനിമയ്ക്ക് ആപ്റ്റാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അഭിനയിക്കേണ്ടി വന്നില്ല. ഇല്ല, രുദ്ര എന്ന സിനിമയിൽ എൻ്റെ ഫേസിലുള്ള പല ഭാവങ്ങളും തന്നെയാണ് വന്നത്. സോ എനിക്ക് അതിനു വേണ്ടി ഒരു പ്രത്യേകമായിട്ടൊരു പ്രിക്കോഷൻ എടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. മേക്കപ്പിലാണ് മാത്രമേ വന്നിട്ടുള്ളൂ. മീൻസ് ഞാൻ ദുബായിലാണ്, അറിയാമല്ലോ. അപ്പോൾ കുറച്ച് കളറൊക്കെ ഉണ്ട്. അപ്പൊ അതൊന്ന് കറുപ്പിക്കാൻ കുറച്ച് കറുപ്പിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പോ കിളികുലം സജീവാണല്ലോ ഉസ്താദ്. എങ്ങനെയുണ്ട് പുള്ളി കണ്ണകി, അങ്ങനെ നിരവധി സിനിമ. അദ്ദേഹം ഈ കഥ എന്നോട് പറയുന്നത് കുറച്ച് വർഷം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അന്ന് അൺഫോർച്ചുനേറ്റ്ലി എനിക്കത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ഞാനൊരു ഇതേപോലെ തന്നെ ഒരു ക്ലാസിക്കൽ മൂവിയുടെ ഭാഗമാകാൻ വേണ്ടിയിട്ട് ഞാൻ തിരുവനന്തപുരത്ത് ഒരു ഷൂട്ടിങ്ങിന് വന്നിരുന്നു. അതിനിടയ്ക്ക് ആ സിനിമ ഇപ്പം നടക്കുന്നുണ്ട്. സിനിമ കഴിഞ്ഞു, അതിൻ്റെ ഓഡിയോ ലോഞ്ചും കഴിഞ്ഞു. അപ്പം അവിടെ ഞാൻ അഭിനയിക്കാൻ രണ്ടാമത് വന്നപ്പോഴാണ് ഇദ്ദേഹം, അവിടെ വന്നുള്ള ഒരാൾ വഴി ഇദ്ദേഹം എൻ്റെ അടുത്ത് വീണ്ടും ഞാൻ അഭിനയത്തിലേക്ക് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം എന്നെ കോണ്ടാക്ട് ചെയ്യുന്നതും ഈ കാര്യം പറയുന്നതും. അപ്പം ഞാൻ കുറച്ചും കൂടെ അന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നതിലും കൂടുതൽ ബോൾഡാണ് ഇപ്പം. ഞാൻ തന്നെ ബോൾഡായി 2-3 മൂലം. നേരത്തെ ഞങ്ങൾക്ക് അറിയാം. ഞാൻ കോഴിക്കോട്ടാണ്, അദ്ദേഹം കണ്ണൂരാണ്. അങ്ങനെ പരിചയം ഉണ്ടായിരുന്നു. IFFK രുദ്ര സബ്മിറ്റ്. അപ്പോൾ ഒരു അവാർഡിന് സാധ്യതയുണ്ടോ? അവാർഡിന് സാധ്യത ഉണ്ടോന്ന് ചോദിച്ചാൽ അത് ഡയറക്ടർ തന്നെ എനിക്ക് പറയേണ്ടി വരും. അഭിനയിച്ചൊരു പേഴ്സൺ എന്ന നിലയിൽ ഞാൻ പറയും 100% സാധ്യതയുണ്ട്. അതിലെല്ലാ ഭാവങ്ങളും ഇല്ലേ? അതിന് അപ്പോൾ ഒരു നമ്മുടെ അഭിനേത്രി അല്ലെങ്കിൽ അഭിനേതാവിന് എല്ലാ ഭാവങ്ങളും, നവരസങ്ങൾ, ഈ പറഞ്ഞ എല്ലാ ഭാവങ്ങളും. ഇപ്പോൾ ഈ രുദ്ര എന്ന ക്യാരക്ടറിൽ എല്ലാ ഭാവങ്ങളും ഉൾക്കൊണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു അവാർഡ് സാധ്യത ഉണ്ട് അല്ലേ? ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം എനിക്ക് ആ ഒരു ക്യാരക്ടർ, ഫസ്റ്റ് ഓഫ് ഓൾ ലേഡീസിന് ഒരു പ്രാധാന്യമുള്ള സിനിമയാണെന്ന് അറിയാലോ. അതിലെല്ലാ ക്യാരക്ടറും ടച്ച് ചെയ്തിട്ടുണ്ട്. എല്ലാ ഭാവങ്ങളും ഉണ്ട് അതിനകത്ത്. കാമുണ്ട്, രൗദ്രമുണ്ട്, എന്നാൽ സങ്കടമുണ്ട്, എല്ലാം ഉണ്ട്. അല്ല, ഇപ്പോൾ ആ ഒരു നിങ്ങളുടെ സോങ് റിലീസ് ചെയ്തല്ലോ. അപ്പോൾ സോങ്ങിനെ കുറിച്ച് ഒരുപാട് വിമർശനങ്ങൾ എന്നാലും സപ്പോർട്ടൊക്കെ ഉണ്ട്. എന്താണ് അത്? ശരിക്കും പറഞ്ഞാൽ വൈറലായി എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വേണമെങ്കിലല്ല, വൈറലായി കഴിഞ്ഞു. എന്താണ് അതിനെക്കുറിച്ച് അഭിപ്രായം? അതിനെക്കുറിച്ച് അഭിപ്രായം എന്ന് പറഞ്ഞാൽ അതൊരു ക്ലാസിക്കൽ മൂവിയാണ്. ഓക്കെ, അപ്പം ഇപ്പോൾ പറഞ്ഞല്ലോ IFFK വേണ്ടിയിട്ട് ഇത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് കൂടെ ഞാൻ വേറൊരു സന്തോഷം കൂടെ പറയാം. ഞാനിപ്പോൾ ഇതിന് മുമ്പേ പറഞ്ഞു, വേറൊരു പടം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം എൻ്റെ അടുത്ത് ആ പടവും IFFK സബ്മിറ്റ് ചെയ്തത്. മീൻസ് ദിസ് ഇയർ 2 പടം എൻ്റെത് IFFK സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊരു ഭാഗ്യമാണ്. അതെ, വളരെ വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ആ പടം അജിത് പൂജപ്പുര സാറാണ് അതിൻ്റെ ഡയറക്ടർ. അദ്ദേഹവും സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങളുടെ മൂവിക്ക് ഭയങ്കരേറെ ഒരു പോസിറ്റീവായിട്ട് തന്നെയാണ് 2 മൂവിക്കും ഞാൻ കാണുന്നത്. അപ്പം ഡയറക്ടർ സാറ് സജീവ് കിളികുളം സാറിനെ പറ്റി പറയുകയാണെങ്കിൽ, അദ്ദേഹം ഈ സിനിമ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നപ്പം ഞാൻ അദ്ദേഹത്തിനെ പറ്റി എല്ലാം നോക്കിയത്, അദ്ദേഹം ഏതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമല്ലോ ചെയ്ത മൂവികളെ കുറിച്ചാണ്. അപ്പം കണ്ണകി, അങ്ങനത്തെ എല്ലാ മൂവികളും ഒക്കെ വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ട മൂവിയാണ്. അത് കൂടാതെ തന്നെ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ പെർഫോമൻസ് ചെയ്യാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ മൂവിയിൽ എന്നുള്ളത് വളരെയേറെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ബിക്കോസ് ചുമ്മാ ഒരു നമ്മളിപ്പോൾ ഏറ്റവും വലിയൊരു സൂപ്പർ സ്റ്റാറിൻ്റെ കൂടെ, ഞാൻ അങ്ങനെ പറയല്ല, ആണെങ്കിൽ പോലും ഒരു ലേഡിയെ സംബന്ധിച്ച് നായിക പദവി പല സിനിമകളിലും നമുക്ക് കാണാൻ പറ്റും. ജസ്റ്റ് അവരുടെ ഒരു
സപ്പോർട്ടീവായിട്ട് നിന്ന് പോവുക എന്നല്ലാതെ പെർഫോമൻസ് വൈസ് നമുക്ക് അത്രയും കിട്ടാനെങ്കിൽ ഇങ്ങനത്തെ മൂവികൾ തന്നെ ടച്ച് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഈ മൂവി ചെയ്തപ്പോൾ എനിക്ക് വളരെയേറെ സന്തോഷമാണ്. ഈ കഥ കേട്ടപ്പോൾ ഞാനത് ചെയ്തു കഴിഞ്ഞാൽ എനിക്കത് വളരെയേറെ പോസിറ്റീവായിട്ട് വരും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിച്ചു. പുരുഷ മേധാവിത്വത്തിൽ നിന്ന് വ്യത്യസ്തമായി സ്ത്രീ കേന്ദ്രീകൃത കഥാപാത്രത്തെ അടിസ്ഥാനമാക്കിയാണ് അദ്ദേഹം സജീവ് കിളികുലം ആ സിനിമ എടുത്തിട്ടുള്ളത്. അതൊരു ഭാഗ്യമല്ലേ? കാരണം ശരിക്കും ആ ഒരു വേർഡിനോട് യോജിക്കുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഈ പുരുഷ മേധാവിത്വം എന്ന വാക്കിനോട് യോജിക്കുന്നില്ല. പുരുഷ മേധാവിത്വം ഇല്ല. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളല്ല. ഞാനിപ്പോൾ എൻ്റെ എക്സാമ്പിൾ എന്തിനാണ് ഞാൻ ഔട്ട് സൈഡിലേക്ക് പോണേ? ഞാൻ എന്നിൽ തന്നെ നിന്നാൽ മതി. ഞാൻ ദുബായിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളായി. അപ്പം അവിടെ ഞാൻ കൺസ്ട്രക്ഷൻ കോൺട്രാക്ടിങ് കമ്പനി ഗ്രൂപ്പ് ഓഫ് കമ്പനിയിലാണ്. ഹൈ റൈസ് ബിൽഡിങ്ങിലെ ടെക്നിക്കൽ മാനേജറാണ്. ഡേ നൈറ്റ് 24/7 വർക്ക് ചെയ്യുന്നുണ്ട്. സൈറ്റിൽ പോകുന്നുണ്ട്. അവിടെ പുരുഷ മേധാവിത്വം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നത് പല മേഖലകളിലും ഈ കായിക ബലം കൂടുതലായിട്ട് ഗോഡ് ക്രിയേറ്റ് ചെയ്തപ്പോൾ തന്നെ അത് ജെൻസിനാണ് കൂടുതലായിട്ട് കുറച്ചും കൂടെ മസിൽ പവർ എന്നാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അവർക്ക് എടുക്കാൻ പറ്റുന്ന പണികൾ കൂടുതലായിട്ടും അവർക്ക് ഔട്ട്പുട്ട് കൂടുതലായിട്ടും കൊടുക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള മേഖലകളിൽ കൂടുതലായിട്ടും അവരുടെ സാന്നിധ്യമുണ്ട് എന്നല്ലാതെ അതൊരു മേൽക്കോയ്മയല്ലേ ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ അവിടെ ഞാൻ നിന്നിട്ട് അവരെ കൂടെ വർക്ക് ചെയ്യുമ്പോഴാക്കുമ്പോഴും എനിക്കൊരിക്കൽ പോലും അങ്ങനെ ഒരു മേധാവിത്വ ഫീലോ അങ്ങനെ എനിക്ക് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും ഞാൻ പറയില്ല. അങ്ങനെ ഉണ്ടായ ഇടങ്ങളുള്ളവർ പറയുമായിരിക്കും, അങ്ങനെ ഉണ്ട് എന്ന് പറയുമായിരിക്കും. അങ്ങനെ എല്ലാവരും ഒരുപോലെ അല്ലല്ലോ. ചിലപ്പോൾ മനസ്സിലുണ്ടായതുണ്ടായിരിക്കാം. കേട്ടല്ലോ, ഇതൊക്കെ കേട്ട് പഠിക്കണം പുതിയ തലമുറ, ആണായാലും പെണ്ണായാലും. അതൊക്കെ പോട്ടെ, എത്ര പാട്ടുണ്ട് ഈ സിനിമയിൽ? പാട്ട് 3 പാട്ടുണ്ട്. 3 പാട്ടുണ്ട്. 3ഉം വ്യത്യസ്തമായ. ഇപ്പൊ നമ്മൾ ആ വൈറലായ പാട്ട് പോലെയാണോ അതോ? വൈറലായ പാട്ട് എന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇതൊരു ക്ലാസിക്കൽ മൂവിയാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ കുറെ കാര്യങ്ങൾ സിംബോളിക്കലായിട്ട് കാണിക്കേണ്ട ആവശ്യം വരും. അപ്പം ചില എക്സാമ്പിൾ ഞാൻ പറയുന്നില്ല, കാരണം ഞാൻ പാട്ടിനെ കുറിച്ചൊന്നും കൂടുതലായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം പലതും സിംബോളിക്കലായിട്ട് കാണിക്കേണ്ടി വരും. ആ സമയത്ത് സിംബോളിക്കലായിട്ട് കാണിക്കേണ്ട അവസരം വരുമ്പോൾ നമ്മൾ അതേ രീതിയിൽ പെർഫോം ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഒരു ക്ലാസിക്കൽ മൂവി ആയതുകൊണ്ട് സിംബോളിക്കലായിട്ടുള്ള അതേപോലെയുള്ളൊരു സോങ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതൊരു വളരെ ഗംഭീരമായിട്ടുള്ളൊരു സോങ്ങാണ്. അത് വൈറലായി എന്ന് പറഞ്ഞാൽ അത് വൈറലാവേണ്ട ഒരു സോങ് തന്നെയാണ്. അതുപോലെ ഭംഗിയായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. നമുക്ക് കണ്ണടിക്കും നമുക്കറിയാം. അദ്ദേഹത്തിന്റെ വരികൾ മാത്രമല്ല, താങ്കളുടെ ആക്ടിങ്ങും ഗംഭീരമായിട്ട്. ആ വരികൾ മാത്രമല്ല, ഞാൻ തന്നെയാണോ ഇത് ആക്ട് ചെയ്തത് എന്ന് എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുക, സ്വപ്നം കണ്ടതാണോ എന്ന് വരെ തോന്നുന്ന രീതിയിലുള്ള ഒരു ഇത് തന്നെയായിരുന്നു അത്. പിന്നെ അതിൻ്റെ കൂടെ ഡയറക്ടർ സാറിൻ്റെ ആ ഒരു പോർഷൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. സോ അതെനിക്ക് വളരെയേറെ പോസിറ്റീവ് തന്നെയാണ്. എന്തായാലും അധികം സിനിമയുടെ ആ ഒരു എന്താ പറയുക ഒരു കാമ്പ് അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് പറഞ്ഞ് കഥ എന്താ പറയുക അതിൻ്റെ ആ ഒരു ഇതില്ല, അത് പറയാൻ പറ്റില്ല. അപ്പോൾ തിയേറ്ററിൽ പോവുക, സിനിമ കാണുക. റിലീസിങ് ഉടനെ ഉണ്ട്. നെക്സ്റ്റ് മന്ത് വെരി സൂൺ റിലീസ് ഉണ്ടെന്നാണ് ഡയറക്ടർ പറഞ്ഞിരിക്കുന്നത്. റൈറ്റ്. അപ്പോൾ പ്രേക്ഷകരെ, നിഷി ഗോവിന്ദും സജീവ് കിളികുലവും മാന്ത്രിക സ്പർശത്തോടുകൂടി എന്താ പറയുക ഒരുമിച്ച് ഒരു പുത്തൻ എന്നാൽ സമകാലീന സംഭവങ്ങളും ജീവിതവും ചേർത്തിണക്കിക്കൊണ്ടുള്ള പച്ചയായ സിനിമ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു. കാണുക, പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ നിഷി, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.